Hey all, welcome back to another video of Malabar Resource Hub. ഇന്നത്തെ SA1 മാരത്തോണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോൺക്രീറ്റ് ടെക്നോളജി എന്നുള്ള പേപ്പറിലെ മൊഡ്യൂൾ 1-ലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 3 മാർക്ക് ക്വസ്റ്റ്യനും ഒരു 7 മാർക്ക് ക്വസ്റ്റ്യനും ആയിരിക്കും. ഓക്കെ, ലെറ്റ് us സ്റ്റാർട്ട് വിത്ത് ദ സിലബസ്. നിങ്ങൾ സിലബസ് ജസ്റ്റ് കണ്ടാൽ മതി. ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആവശ്യമുള്ളവർക്ക് MRSൻ്റെ തന്നെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്കതിൻ്റെ വീഡിയോ അവൈലബിൾ ആണ്. സബ്ജക്റ്റ് ഫെമിലറൈസേഷൻ S3യുടെ സബ്ജക്റ്റ് ഫെമിലറൈസേഷൻ കണ്ടാൽ മതിയാവും. ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു 3 മാർക്കിൻ്റെയും ഒരു 7 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിൽ ആദ്യത്തെ 7 മാർക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. എന്താണ് ആദ്യത്തെ ചോദ്യം? 3 മാർക്സിൻ്റെ ചോദ്യം. ഐഡൻറ്റിഫൈ അറ്റാച്ച്മെൻറ്റ്സ് യൂസ്ഡ് ഫോർ ഡിറ്റർമൈനിങ് ഫോളോയിങ് പ്രോപ്പർട്ടീസ് ഓഫ് സിമെൻറ്റ് യൂസിങ് എ വിക്കറ്റ് അപ്പാരറ്റസ്, സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി, ഇനീഷ്യൽ സെറ്റിംഗ് ടൈം ആൻഡ് ഫൈനൽ സെറ്റിംഗ് ടൈം. എന്താ ചോദ്യം ചോദിച്ചിട്ടുള്ളത്? വിക്കറ്റ് അപ്പാരറ്റസ് ഉപയോഗിച്ച് സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസിയും ഇനീഷ്യൽ സെറ്റിംഗ് ടൈമും ഫൈനൽ സെറ്റിംഗ് ടൈമും കണ്ടുപിടിക്കാം എന്നറിയാം. അതിൽ മൂന്ന് ടെസ്റ്റിലും നമ്മൾ ഉപയോഗിക്കുന്ന അറ്റാച്ച്മെൻറ്റ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. ഡിഫറെൻറ്റ് അറ്റാച്ച്മെൻറ്റ്സ് യൂസിങ് ഫോർ സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി, ഇനീഷ്യൽ സെറ്റിംഗ് ടൈം ആൻഡ് ഫൈനൽ സെറ്റിംഗ് ടൈം, അത് ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾക്ക് ആദ്യം തന്നെ അറിയാം, വിക്കറ്റ് അപ്പാരറ്റസ് എന്ന് പറയുന്ന അപ്പാരറ്റസ് ആണ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുക? ഈ 3 ടെസ്റ്റുകൾ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുക. ഇതും ചോദ്യമായിട്ട് ചിലപ്പോൾ വരാം. വിച്ച് അപ്പാരറ്റസ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ദ സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി, ഇനീഷ്യൽ സെറ്റിംഗ് ടൈം, ഫൈനൽ സെറ്റിംഗ് ടൈം എന്ന് ചോദിക്കാം. അപ്പോൾ നമുക്ക് ആൻസർ ചെയ്താൽ പറ്റണം എന്ത്? വിക്കറ്റ് അപ്പാരറ്റസ്. ഇനി വിക്കറ്റ് അപ്പാരറ്റസിൻ്റെ ഒരു പിക്ചറാണ് ഞാൻ താഴെ കൊടുത്തിട്ടുള്ളത്. ആ വിക്കറ്റ് അപ്പാരറ്റസിൽ നിങ്ങൾ ലാബിൽ കണ്ടിട്ടുണ്ടാവും ഈ ഒരു വിക്കറ്റ് അപ്പാരറ്റസിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. അതിലേക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അപ്പോൾ ഈ അപ്പാരറ്റസിൽ 3 ടെസ്റ്റുകൾ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഈ ഭാഗത്ത്, ഇതിൻ്റെ ഈ ടെസ്റ്റ് അപ്പാരറ്റസിൻ്റെ ഭാഗത്ത് ഇവിടെ ഓരോ സാധനം അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. 3 വ്യത്യസ്ത കാര്യങ്ങളാണ്, അല്ലെങ്കിൽ 3 വ്യത്യസ്ത അറ്റാച്ച്മെൻറ്റുകളാണ് നമ്മൾ ഈ ഓരോ ടെസ്റ്റും നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ആദ്യത്തെ ഒരു പ്ലഞ്ചറാണ്. സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി നമ്മൾ ചെയ്യുന്ന നേരത്ത് നമ്മളതൊരു പ്ലഞ്ചറാണ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുക? അറ്റാച്ച്മെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുക. ഒരു പ്ലഞ്ചർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പ്ലഞ്ചർ. അപ്പോൾ പ്ലഞ്ചർ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക? സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലഞ്ചർ ഉപയോഗിക്കും. ഇനി രണ്ടാമത് എന്താണ്? 1 mm നീഡിൽ. ഈ 1 mm നീഡിൽ എന്ന് പറഞ്ഞത് നീഡിൽ മാത്രം ഒരു സൂചി പോലെയുള്ള ഒരു സാധനമാണ്. അത് ഇനീഷ്യൽ സെറ്റിംഗ് ടൈം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ 1 mm നീഡിൽ, 1 mm സ്ക്വയർ നീഡിൽ ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ദ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം. ഓക്കെ, ഇനീഷ്യൽ സെറ്റിംഗ് ടൈം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളത് യൂസ് ചെയ്യുന്നത് 1 mm സ്ക്വയർ നീഡിൽ. സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലഞ്ചർ. ഓക്കെ, പ്ലഞ്ചർ. ഇനി മൂന്നാമത് എന്താണ്? ഫൈനൽ സെറ്റിംഗ് ടൈം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എ നീഡിൽ വിത്ത് ആനുലർ അറ്റാച്ച്മെൻറ്റ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നീഡിൽ പോലെ തന്നെ ആയിരിക്കും. ഓക്കെ, നീഡിലുണ്ടാവും, ഒരു സൂചി പോലെ തന്നെ ആയിരിക്കും. പക്ഷേ അതിൻ്റെ അറ്റത്ത് ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവും, ഒരു ആംഗുലാർ അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ സർക്കുലർ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവും. ഓക്കെ, സർക്കുലർ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവും. അതിനാണ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുക? നീഡിൽ വിത്ത് ആനുലർ അറ്റാച്ച്മെൻ്റ് ആണ് ഫൈനൽ സെറ്റിംഗ് ടൈം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ഫൈനൽ സെറ്റിംഗ് ടൈം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുക. അത് നമ്മൾ ലാബിൽ ചെയ്തുകൊണ്ട് തന്നെ എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യത്തത് പ്ലഞ്ചർ സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തത് സ്ക്വയർ നീഡിൽ മാത്രം ഉണ്ടാവും അല്ലേ, 1 mm സ്ക്വയർ നീഡിൽ. അത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക? ഇനീഷ്യൽ സെറ്റിംഗ് ടൈം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. പിന്നെ നീഡിൽ വിത്ത് ആനുലർ അറ്റാച്ച്മെൻറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക? ഫൈനൽ സെറ്റിംഗ് ടൈം ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. ഓക്കെ, ഇനി ഇതിൽ നിന്ന് 7 മാർക്സിന് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യം എന്താ? പ്രൊസീജിയർ. എന്തിൻ്റെ പ്രൊസീജിയർ? സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി കാണാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം, ഫൈനൽ സെറ്റിംഗ് ടൈം കാണാനുള്ള പ്രൊസീജിയറൊക്കെ ചിലപ്പോൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കാം. ഇനി നെക്സ്റ്റ് നമ്മൾ 7 മാർക്സിൻ്റെ ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. പാർട്ട് സിയിൽ നമ്മളോട് ചോദിക്കാൻ പോകുന്ന 7 മാർക്ക് ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ഹൈഡ്രേഷൻ റിയാക്ഷൻ ഓഫ് സിമെൻറ്റ്. ഹൈഡ്രേഷൻ റിയാക്ഷൻ ഓഫ് സിമെൻറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ? നമുക്ക് ഹൈഡ്രേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോളജി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്തുമായി റിലേറ്റ് ചെയ്താണ്? വെള്ളവുമായിട്ട് റിലേറ്റ് ചെയ്താന്ന് മനസ്സിലാവും അല്ലേ, ഹൈഡ്രോ എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ
ഹൈഡ്രോ ഇലക്ട്രിക് എന്നൊക്കെ കേട്ടില്ലേ? ഹൈഡ്രോ ഇലക്ട്രിക് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ നിന്ന് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന പരിപാടി. അപ്പോൾ വെള്ളവുമായി റിലേറ്റ് ചെയ്തത്. ഇപ്പോൾ സിമെൻറ്റും വെള്ളവും തമ്മിലുള്ള കെമിക്കൽ റിയാക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഹൈഡ്രേഷൻ എന്ന് വിളിക്കുക. ദ കെമിക്കൽ റിയാക്ഷൻ ടേക്ക് പ്ലേസ് ബിറ്റ്വീൻ സിമെൻറ്റ് ആൻഡ് വാട്ടർ ഈസ് കാൾഡ് ഹൈഡ്രേഷൻ ഓഫ് സിമെൻറ്റ്. അപ്പോൾ സിമെൻറ്റും വെള്ളവും തമ്മിലുള്ള കെമിക്കൽ റിയാക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഹൈഡ്രേഷൻ ഓഫ് സിമെൻറ്റ് എന്ന് വിളിക്കുക. ഇനി എന്താ അടുത്ത് പറയുന്നത്? ഈ നമുക്കറിയാം വെള്ളവും സിമെൻറ്റുമായി മിക്സ് ചെയ്യുമ്പോൾ അതിലൊരു വല്ലാത്തൊരു ചൂട് പുറത്തേക്ക് വരും. അവിടെ ഒരു ചൂടുണ്ടാവും, ഒരു ഹീറ്റ് ലിബറേറ്റ് ആവും, അല്ലെങ്കിൽ ഹീറ്റ് പുറത്തേക്ക് വിടും, ഹീറ്റ് റിലീസാവും. അപ്പോൾ അത്തരം ആ ചൂടിനെ നമ്മളെന്ന് വിളിക്കുന്ന പേരാണ് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ. ഇൻ ദിസ് റിയാക്ഷൻ ഇസ് എക്സോതെർമിക് ഇൻ നേച്ചർ. ഇത് എക്സോതെർമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പുറത്തേക്ക് പോകുക അല്ലേ? അപ്പോൾ എക്സോതെർമിക് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ പുറത്തേക്ക് വിടുന്ന, ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്ന റിയാക്ഷനാണ് ഹൈഡ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ എന്ത് സംഭവിക്കും? കൺസിഡറബിൾ എമൗണ്ട് ഓഫ് ഹീറ്റ് ഇസ് റിലീസ്ഡ്. വല്ലാത്ത ചൂട്, ഒരുപാട് ചൂട് എന്ത് ചെയ്യും? പുറത്തേക്ക് വിടും ആ ഹൈഡ്രേഷൻ സമയത്ത്. ആ ചൂടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ എന്ന് വിളിക്കുക. ഓക്കെ, ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ എന്ന് വിളിക്കുക. ഇനി എന്താ അടുത്ത പോയിന്റ് പറയുന്നത്? നമുക്കറിയാം സിമെന്റിലെ ബോക്സ് കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ സിമെന്റിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്തൊക്കെയുണ്ടാവുക? ട്രൈകാൽഷ്യം സിലിക്കേറ്റ്, ഡൈകാൽഷ്യം സിലിക്കേറ്റ്, ട്രൈകാൽഷ്യം അലൂമിനേറ്റ്, ടെട്രാകാൽഷ്യം അലൂമിനോഫെറൈറ്റ് അല്ലേ? ടെട്രാകാൽഷ്യം അലൂമിനോഫെറൈറ്റ് ഈ സാധനങ്ങളൊക്കെ എന്തുണ്ടാവും? സിമെൻറ്റിലെ ബോക്സ് കോമ്പൗണ്ട്സ് ആണ്. അതിൽ ഭൂരിഭാഗമുള്ള ആളുകളാണ് C3S C2S. C3S എന്ന് പറഞ്ഞാൽ ആരാണ്? ട്രൈകാൽഷ്യം സിലിക്കേറ്റ്. C2S എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൈകാൽഷ്യം സിലിക്കേറ്റ്. ഇതിൽ ഭൂരിഭാഗമുള്ള C3S C2S സിമെൻറ്റിൻ്റെ ഹാർഡനിങ്ങിനും സ്ട്രെങ്തിനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ C3S ആൻഡ് C2S കോൺസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് 75% ഓഫ് സിമെൻറ്റിലെ 75% ഭാഗവും ആരായിരിക്കും? C3S C2S ആയിരിക്കും. ഹൈഡ്രേഷൻ ഓഫ് ദീസ് കോമ്പൗണ്ട്സ് ആർ റെസ്പോൺസിബിൾ ഫോർ സ്ട്രെങ്ത് ആൻഡ് ഹാർഡനിങ് ഓഫ് സിമെൻറ്റ്. ഈ C3S C2S ഹൈഡ്രേറ്റ് ചെയ്യുമ്പോഴാണ് കോൺക്രീറ്റിന് സ്ട്രെങ്ത്തും ഹാർഡ്നെസ്സും കിട്ടുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി എന്താണ് ഈ ട്രൈകാൽഷ്യം സിലിക്കേറ്റും പിന്നെ അതേപോലെ തന്നെ ഡൈകാൽഷ്യം സിലിക്കേറ്റും വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്താൽ, അതായത് ഹൈഡ്രേറ്റ് ചെയ്താൽ എന്താ സംഭവിക്കുക? ട്രൈകാൽഷ്യം സിലിക്കേറ്റ് ആൻഡ് ഡൈകാൽഷ്യം സിലിക്കേറ്റ് ഓൺ റിയാക്ഷൻ വിത്ത് വാട്ടർ പ്രൊഡ്യൂസസ് കാൽഷ്യം സിലിക്കേറ്റ് ഹൈഡ്രേറ്റ് ആൻഡ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, അപ്പോൾ സിമെൻറ്റിലുള്ള ട്രൈകാൽഷ്യം സിലിക്കേറ്റും ഡൈകാൽഷ്യം സിലിക്കേറ്റും വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്താൽ, അതായത് ഹൈഡ്രേഷൻ സംഭവിച്ചാൽ, അവിടെ എന്താ ഫോം ചെയ്യുക? കാൽഷ്യം സിലിക്കേറ്റ് ഹൈഡ്രേറ്റും കാൽഷ്യം ഹൈഡ്രോക്സൈഡുമാണ് ഫോം ചെയ്യുക. ഇതിൽ തന്നെ കാൽഷ്യം സിലിക്കേറ്റ് ആണ് കോൺക്രീറ്റിൻ്റെ അല്ലെങ്കിൽ സിമെൻറ്റിൻ്റെ നല്ല പ്രോപ്പർട്ടിക്ക് കാരണക്കാരൻ. ഓക്കെ, കാൽഷ്യം സിലിക്കേറ്റ് ഹൈഡ്രേറ്റ് ആണ് നല്ല പ്രോപ്പർട്ടിക്ക് കാരണക്കാരൻ. ഇനി എന്താണ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ? അത് അൺഡിസൈറബിൾ ആണ്. ഓക്കെ, ഒന്നും കൂടി പറഞ്ഞു നോക്കാം. കെമിക്കൽ റിയാക്ഷൻ ബിറ്റ്വീൻ ദ water and cement is called hydration of cement. In this reaction a considerable amount of heat is liberated or നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് എക്സോതെർമിക് ഇൻ നേച്ചർ എന്ന് പറയാം. ഇനി ആ ചൂടിനെ, ആ എക്സോതെർമിക് ഹീറ്റിനെ നമ്മൾ എന്ത് വിളിക്കും? ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ എന്ന് വിളിക്കും. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? സിമെൻറ്റിലെ ഭൂരിഭാഗം കണ്ടൻ്റ് ആയിട്ടുള്ള C3S C2S ഹൈഡ്രേറ്റ് ചെയ്ത് സിമെൻറ്റിന് സ്ട്രെങ്ത്തും ഹാർഡ്നെസ്സും പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി C3S C2S ട്രൈകാൽഷ്യം സിലിക്കേറ്റും ഡൈകാൽഷ്യം സിലിക്കേറ്റും ഹൈഡ്രേറ്റ് ചെയ്യുമ്പോൾ, വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ഫോം ചെയ്യും? കാൽഷ്യം സിലിക്കേറ്റ് ഹൈഡ്രേറ്റും കാൽഷ്യം ഹൈഡ്രോക്സൈഡും ഫോം ചെയ്യും. അതിൽ സിമെൻറ്റിന് അല്ലെങ്കിൽ കോൺക്രീറ്റിന് നല്ല പ്രോപ്പർട്ടി കൊടുക്കുന്നത് ആരാണ്? കാൽഷ്യം സിലിക്കേറ്റ് ഹൈഡ്രേറ്റ്. ഓക്കെ, നമ്മൾ 5 പോയിൻറ്റ്സ് പഠിച്ചു കഴിഞ്ഞു. ഇനി 2 പോയിൻറ്റ്സ് കൂടി നമുക്ക് വേണം. അതായത് ഇതിൻ്റെ വാട്ടർ റിക്വയർമെൻറ്റ്, എത്രത്തോളം ഹൈഡ്രേഷൻ സംഭവിക്കാൻ വേണ്ടി എത്രത്തോളം വെള്ളം വേണം അല്ലേ? എത്ര എമൗണ്ട്, നമുക്ക് ഇഷ്ടമുള്ളത്ര വെള്ളം ഒഴിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ വെള്ളം വളരെ കുറച്ച് ഒഴിക്കാൻ പറ്റുമോ? അതിനെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ഈ ഒരു കണ്ടന്റ് മാത്രം ചിലപ്പോൾ നിങ്ങളോട് 3 മാർക്കിന് ചോദിക്കാം. വാട്ടർ റിക്വയർമെൻറ്റ് ഓഫ് ഹൈഡ്രേഷൻ അല്ലേ? എന്താണ് 3 മാർക്കിനോട് ചോദിക്കും? വാട്ടർ റിക്വയർമെൻറ്റ് ഓഫ് ഹൈഡ്രേഷൻ എന്താണ്, എത്രത്തോളം വെള്ളം വേണം എന്നുള്ളത് ചോദിക്കാം. 7 മാർക്സിന് ഹൈഡ്രേഷനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അഡീഷണലി ഇതും കൂടി എഴുതി വെക്കണം. എന്താണ്, എത്രത്തോളം വെള്ളമാണ് സിമെൻറ്റിന് ആവശ്യം? Water, about 23% of by weight of cement is required to carry out the complete hydration.
നമുക്ക് സിമെൻറ്റിൻ്റെ വെയ്റ്റിൻ്റെ 23% വെള്ളം നമ്മൾ എന്തിനു വേണ്ടിയിട്ട് വേണം? ഈ കംപ്ലീറ്റ് ഹൈഡ്രേഷൻ നടക്കാൻ വേണ്ടി 23% ഓഫ് സിമെൻറ്റ് ബൈ വെയ്റ്റ്, സിമെൻറ്റിൻ്റെ വെയ്റ്റിൻ്റെ 23% വെള്ളം എന്തിനു വേണം? കംപ്ലീറ്റ് ഹൈഡ്രേഷൻ നടക്കാൻ വേണ്ടി വേണം. ഇനി ഹൈഡ്രേഷൻ സംഭവിച്ചാൽ മാത്രം മതിയോ? പോരാ. 15% ഓഫ് വാട്ടർ is used for filling up the voids of the cement particles. ഇനി ഹൈഡ്രേഷൻ സംഭവിക്കാൻ 23% വേണം. ഇനി ഹൈഡ്രേഷൻ സംഭവിച്ചാൽ മാത്രം മതിയോ? ഈ സിമെന്റ് ഒരു പേസ്റ്റ് രൂപത്തിൽ, ഒരു ലൂബ്രിക്കന്റ് പോലെ ആവണ്ടേ, ഒരു കൊയമ്പ് രൂപത്തിലാവണ്ടേ? അതിനു വേണ്ടിയിട്ട് അതിനുള്ള ഇടയിലുള്ള വോയിഡ്സിനെ, അതിലെ ഗ്യാപ്പുകളെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ശതമാനം കൂടി വെള്ളം വേണം? 15% കൂടി വെള്ളം വേണം. അങ്ങനെ ടോട്ടൽ 23% ടോട്ടൽ ഹൈഡ്രേഷനും 15% ഓഫ് വാട്ടർ വോയിഡ്സ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടും വേണം. ഓക്കെ, 15% ഓഫ് വാട്ടർ യൂസ്ഡ് ഫോർ ഫില്ലിംഗ് വോയിഡ്സ്. അങ്ങനെ ടോട്ടൽ എത്ര വെള്ളം നമുക്ക് ടോട്ടൽ ഹൈഡ്രേഷന് വേണ്ടി വേണം? 38% വേണം. അതായത് 23 + 15 that is equal to 38%. ഓക്കെ, അപ്പോൾ വാട്ടർ അബൌട്ട് 23% ഓഫ് വെയിറ്റ് ഇസ് യൂസ്ഡ് ടു ക്യാരി ഔട്ട് കംപ്ലീറ്റ് ഹൈഡ്രേഷൻ, പിന്നെ 15% ഫോർ ഫില്ലിംഗ് ദ വോയിഡ്സ്, ആൻഡ് എഫക്റ്റീവ്ലി 38% ഓഫ് വാട്ടർ ബൈ വെയിറ്റ്. സിമെൻറ്റിൻ്റെ വെയിറ്റിൻ്റെ 38% വെള്ളം എന്തിനു വേണ്ടിയിട്ട് വേണം? ടു ക്യാരി ഔട്ട് കംപ്ലീറ്റ് ഹൈഡ്രേഷൻ നടക്കാൻ വേണ്ടി എന്ത് വേണം? 38% വെള്ളം വേണം. അപ്പോൾ ഇത്രയും പോയിന്റ്സ് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും? 7 മാർക്സ് കിട്ടും. ചിലപ്പോൾ നിങ്ങളോട് 3 മാർക്സിന് ഈ ഒരു ചോദ്യം മാത്രമായിട്ടും ചോദിക്കാം, വാട്ടർ റിക്വയർമെൻറ്റ് മാത്രമായിട്ടും ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് 2 ക്വസ്റ്റ്യൻസ്. നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് പോകുന്നത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് ചോദ്യം, ലീ ഷാഡ്ലി അപ്പാരറ്റസ് യൂസസ് ടു ഡിറ്റർമൈൻ ഡാഷ് ഓഫ് സിമെൻറ്റ്. അപ്പോൾ ഇതിൽ ചോദിച്ചത് വേരിയസ് അപ്പാരറ്റസിനെ കുറിച്ച് പഠിക്കണം അല്ലേ? അപ്പാരറ്റസ്, എന്തിനുള്ള അപ്പാരറ്റസ്? ടെസ്റ്റിംഗ് അപ്പാരറ്റസ്, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അപ്പാരറ്റസുകളെ കുറിച്ച് നിങ്ങൾക്ക് ബോധം ഉണ്ടാവണം ഈ 1 മാർക്ക് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ. അതേപോലെ തന്നെ pH ഓഫ് വാട്ടർ യൂസ്ഡ് ഫോർ കോൺക്രീറ്റിംഗ് ഷോൾ നോട്ട് ബി ലെസ് ദാൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ ഡാഷ് സിമെൻറ്റ് ഈസ് യൂസ്ഡ് വെർ ഫ്രെയിം വർക്ക് ഹാസ് ടു റിമൂവ് ഏർലി സ്ട്രെങ്ത് ഗെയിൻ. പെട്ടെന്ന് നിങ്ങൾക്ക് തട്ട് എന്ന് പറയും, നമ്മൾ കോൺക്രീറ്റിൻ്റെ ഷട്ടർ പെട്ടെന്ന് ഊരണം എന്നുണ്ടെങ്കിൽ ഏത് സിമെൻറ്റ് ഉപയോഗിക്കണം. പിന്നെ അതേപോലെ അപ്പാരറ്റസ്, വീണ്ടും അപ്പാരറ്റസ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടോ? അപ്പാരറ്റസ് യൂസ്ഡ് പെർഫോം കൺസിസ്റ്റൻസി, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് അല്ലേ? കൺസിസ്റ്റൻസി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏത് അപ്പാരറ്റസാണ്? വിക്കറ്റ് അപ്പാരറ്റസ് യൂസ് ചെയ്യണം. ഏതാണ്? വിക്കറ്റ് അപ്പാരറ്റസ്. ഇനി ഇൻഗ്രീഡിയൻറ്റ് ആംഗിൾ ടു റെഗുലേറ്റ് സെറ്റിംഗ് ടൈം ഓഫ് ദ സിമെൻറ്റ്. അപ്പോൾ സെറ്റിംഗ് ടൈം, സിമെൻറ്റ് സെറ്റിംഗ് ടൈം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യാമെന്ന് മനസ്സിലാക്കണം. അപ്പോൾ എന്താണ്? സിമെൻറ്റിൻ്റെ ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് അറിയണം. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഓഫ് സിമെൻറ്റ് എന്നുള്ള ടോപ്പിക്ക് നമുക്കറിയണം. പിന്നെ എന്താ പറയേണ്ടത്? ഇൻഗ്രീഡിയൻറ്റ് കോൺട്രിബ്യൂട്ടിങ്, വീണ്ടും ചോദിച്ചിട്ടുണ്ട് സെറ്റിംഗ് ടൈമിന് കോൺട്രിബ്യൂട്ട് ചെയ്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് ചോദിച്ചു. പിന്നെ അതേപോലെ ഗ്രേ കളർ കൊടുക്കാൻ കാരണക്കാരനായ ഇൻഗ്രീഡിയൻ്റ് എന്ന് ചോദിച്ചു. അപ്പോൾ ടെസ്റ്റ് അപ്പാരറ്റസ് ഇൻഗ്രീഡിയൻസ് അറിയണം. പിന്നെ മൂന്നാമത്തെ ചോദ്യം നമ്മൾ വിട്ടുപോയി, സിമെൻറ്റ് ഫോം വർക്ക് പെട്ടെന്ന് റിമൂവ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ ഏത് സിമെൻറ്റാണ് യൂസ് ചെയ്യുക? അപ്പോൾ ടൈപ്സ് ഓഫ് സിമെൻറ്റ് എന്നുള്ള ടോപ്പിക് എന്നാണ് വന്നിട്ടുള്ളത്. ടൈപ്സ് ഓഫ് സിമെൻറ്റ്സ്, ഒരുപാട് ടൈപ്പ് സിമെൻറ്റ് ഉണ്ട്. OPC, PPC, റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റ്, ക്യുക്ക് സെറ്റിംഗ് സിമെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ആ ഭാഗം നിങ്ങൾ നോക്കണം. അക്കോർഡിംഗ് ടു IS, ഇനീഷ്യൽ സെറ്റിംഗ് ടൈം ഓഫ് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഡാഷ് മിനിറ്റ്. സിമെൻറ്റിൻ്റെ സെറ്റിംഗ് ടൈം, ഇനീഷ്യൽ സെറ്റിംഗ് ടൈം എത്ര ആവണം, ഫൈനൽ സെറ്റിംഗ് ടൈം എത്ര ആവണം എന്നുള്ളത് നിങ്ങൾ പഠിച്ചു വെക്കണം. സെറ്റിംഗ് ടൈംസ് അല്ലേ? സെറ്റിംഗ് ടൈംസിനെ കുറിച്ചിട്ട് ബോധം വേണം. പിന്നെ സൗണ്ട്നെസ് ടെസ്റ്റ് ഓഫ് സിമെൻറ്റ് aggregates retained on 4.75 mm sieve is termed as dash aggregate. Classification of aggregates നെ പഠിക്കണം അല്ലേ? Classification of aggregates. ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണമെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് അഗ്രിഗേറ്റ്സ് അറിയണം. ഫൈൻ അഗ്രിഗേറ്റ് ആണോ, കോഴ്സ് അഗ്രിഗേറ്റ് ആണോ എന്ന് അറിയണം പറ്റും. പിന്നെ വീണ്ടും ചോദിച്ചിട്ടുണ്ടാകുമ്പോൾ സൗണ്ട്നെസ് ടെസ്റ്റ് ഓഫ് ദ സിമെൻറ്റ് യൂസിങ് വിച്ച് അപ്പാരറ്റസ്, വീണ്ടും അപ്പാരറ്റസ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഏകദേശം ഏത് ഭാഗത്തു നിന്നാണ്? ടെസ്റ്റ് അപ്പാരറ്റസ് എന്നാണ് കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. ഇൻഗ്രീഡിയൻസ് എന്ന് ചോദിച്ചിട്ടുണ്ട്, സിമെൻറ്റ് ഇൻഗ്രീഡിയൻസ്, ടൈപ്സ് ഓഫ് സിമെൻറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ സെറ്റിംഗ് ടൈം എത്രയാണെന്നുള്ളത്, ഇതൊക്കെ പൊതുവായിട്ട് ഒരു കോൺക്രീറ്റ് ടെക്നോളജി പഠിച്ച ആളുകൾ അറിഞ്ഞിരിക്കേണ്ട സിമ്പിൾ ക്വസ്റ്റ്യൻസാണ്. ഓക്കെ, ഇനി പാർട്ട് ബിയും പാർട്ട് സിയിലും ചോദിച്ചിട്ടുള്ളത് സ്പെഷ്യൽ സിമെൻറ്റ്,
6 ടൈപ്സ് ഓഫ് സ്പെഷ്യൽ സിമെൻറ്റ്, അതായത് ടൈപ്പ് ഓഫ് സിമെൻസിന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനാണ് ഐഡൻറ്റിഫൈ ഡിഫറെൻറ്റ് അറ്റാച്ച്മെൻറ്റ്സ്, അല്ലെ 3 മാർക്കിൻ്റെ ചോദ്യം. ഡിസ്ക്രൈബ് ഇമ്പോർട്ടൻസ് ഓഫ് ക്വാളിറ്റി ഓഫ് വാട്ടർ ഫോർ കോൺക്രീറ്റിംഗ്. കോൺക്രീറ്റിന് ആവശ്യമായ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ പ്രത്യേകത എന്തായിരിക്കണം, ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പിന്നെ എന്താ, ലിസ്റ്റ് ദ ഡിഫറെൻറ്റ് ഗ്രേഡ്സ് ഓഫ് OPC അവൈലബിൾ, ഏതൊക്കെ OPC ഗ്രേഡുകൾ അവൈലബിൾ ആണ് എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും 33 ഗ്രേഡ്, 43 ഗ്രേഡ്, 53 ഗ്രേഡ്, ഇതൊക്കെ എന്തൊക്കെയാണ് ഡിനോട്ട് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. 7 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ നോക്കൂ. പ്രൊസീജിയർ ഫോർ ഡിറ്റർമൈനിങ് ഫൈനസ് ടെസ്റ്റ് ഓഫ് സിമെൻറ്റ്, അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം, ഫൈനസ് ടെസ്റ്റ് ഓഫ് സിമെൻറ്റ് കണ്ടുപിടിക്കാനുള്ള പ്രൊസീജിയർ പഠിക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 മാർക്ക് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ പ്രൊസീജിയർ ചിലപ്പം ചോദിക്കാം. അപ്പോൾ പ്രൊസീജിയേഴ്സ് ടെസ്റ്റിൻ്റെ പ്രൊസീജിയറുകൾ ചോദിക്കാം. എക്സ്പ്ലെയിൻ ഹൈഡ്രേഷൻ ഓഫ് സിമെൻറ്റ്, നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യമാണ്. ഡിസ്ക്രൈബ് വേരിയസ് ഇൻഗ്രീഡിയൻസ് ഓഫ് സിമെൻറ്റ് വിത്ത് ദെയർ പെർസെൻറ്റേജ് ആൻഡ് ഫങ്ഷൻസ്. ഇൻഗ്രീഡിയൻസ് ഓഫ് സിമെൻറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഓഫ് സിമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ടോപ്പിക്കിൽ നിന്ന് വരുന്ന ചോദ്യമാണ്. ഏത് ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണ്, അത് എത്രയ്ക്ക് പെർസെൻറ്റേജിലാണ് സിമെൻറ്റിൽ ഉണ്ടാവുക, അതിൻ്റെയൊക്കെ ഫങ്ഷൻസ് എന്താണെന്നാണ് ചോദ്യം. ഇനി ഡിസ്ക്രൈബ് ദ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഷേപ്പ്, ഡിസ്ക്രൈബ് അഗ്രിഗേറ്റ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഷേപ്പ്, എക്സ്പ്ലെയിൻ സിഗ്നിഫിക്കൻസ് ഓഫ് ഡിഫറെൻറ്റ് ഷേപ്പ്ഡ് അഗ്രിഗേറ്റ്സ്. ഞാൻ പറഞ്ഞു ക്ലാസിഫിക്കേഷൻ ഓഫ് അഗ്രിഗേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്സ് എന്നാണ്, അല്ലേ? ക്ലാസിഫിക്കേഷൻ ഓഫ് അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക് എന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. പ്രിക്വേഷൻസ്, എക്സ്പ്ലെയിൻ പ്രിക്വേഷൻസ് ടു ബി ടേക്കൺ വൈൽ സ്റ്റോറിങ് സിമെൻറ്റ്. സിമെൻറ്റ് നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ നമ്മൾ മുൻകരുതലുകൾ എന്തൊക്കെ എടുക്കണം എന്നുള്ളതാണ് ചോദ്യം. ഡിസ്ക്രൈബ് കൺസിസ്റ്റൻസി ടെസ്റ്റ്. എഗെയിൻ ഞാൻ ഈ ചോദ്യം ഞങ്ങളോട് പറഞ്ഞു ചോദിക്കാറുണ്ടെന്ന്. ഈ കൺസിസ്റ്റൻസി ടെസ്റ്റുകളെ കുറിച്ചിട്ട്, ടെസ്റ്റിൻ്റെ പ്രൊസീജിയറെ കുറിച്ചിട്ട് ഇപ്പോൾ ഫൈനസ് ചോദിച്ചു, അതേപോലെ തന്നെ കൺസിസ്റ്റൻസിയും ചോദിച്ചു, ചിലപ്പോൾ സെറ്റിംഗ് ടൈം ചോദിക്കാം. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു ധാരണ ഉണ്ടാക്കി വെക്കുന്നത് വളരെ നല്ലതാണ്. എക്സ്പ്ലെയിൻ സ്ലം ടെസ്റ്റ് ഫോർ വർക്കബിലിറ്റി, ഇത് സെക്കൻഡ് മോഡ്യൂളിൽ നിന്നുള്ള ചോദ്യമാണ്. അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് മോഡ്യൂൾ 1-ൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇതിൻ്റെയൊക്കെ ആൻസേഴ്സ് നമ്മളുടെ CBRൽ അവൈലബിൾ ആണ്, MRHൻ്റെ CBRൽ അവൈലബിൾ ആണ്. ഓക്കെ, താങ്ക് യു. വെൽക്കം ബാക്ക് ടു ദ മലബാർ റിസോഴ്സ് ഹബ്. കോൺക്രീറ്റ് ടെക്നോളജിയിൽ നിന്നുള്ള കോഴ്സ് ഔട്ട്കം 2-ലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 മാർക്സിൻ്റെയും 7 മാർക്സിൻ്റെയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ സിലബസിലേക്ക് നോക്കുക. ഡീറ്റെയിൽഡ് സിലബസ് നമ്മുടെ സബ്ജക്റ്റ് ഫെമിലറൈസേഷൻ വീഡിയോയിൽ അവൈലബിൾ ആണ്. യൂട്യൂബ് ചാനലിൽ നോക്കുക, നിങ്ങൾക്കത് കാണാൻ സാധിക്കും ആവശ്യമുള്ളവർ. നെക്സ്റ്റ് നമ്മൾ ഡയറക്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. ഐഡൻറ്റിഫൈ 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യനാണ് പാർട്ട് ബിയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള. ഐഡൻറ്റിഫൈ the grades corresponding to the given mix proportions 1:3:6, 1:1.5:3 and 1:2:4. എന്താണ് ചോദ്യം? നിങ്ങളോട് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ മിക്സസ് ഏതൊക്കെയാണ്, ഈ റേഷ്യോയിൽ വരുന്നിട്ടുള്ള മിക്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തറിയണം? മിക്സ് പ്രൊപ്പോർഷൻസ്, നോമിനൽ മിക്സസ് ആൻഡ് ഡിസൈൻ മിക്സസിനെ കുറിച്ച് അറിയണം. ഓക്കെ, അപ്പോൾ എന്താണ് മിക്സ്? നോമിനൽ മിക്സസ് ആൻഡ് ഡിസൈൻ മിക്സസ്. മിക്സസിൻ്റെ പ്രൊപ്പോർഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ റേഷ്യോസ് പ്രീ ഡിഫൈൻഡ് ആദ്യമേ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചതാണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? നോമിനൽ മിക്സസ് എന്ന് വിളിക്കും. ഡിസൈൻ മിക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അതിൻ്റെ റേഷ്യോസിനെ ഡിസൈൻ ചെയ്യും. നോട്ട് പ്രീ ഡിഫൈൻഡ്. ഇവിടെ റേഷ്യോസ് പ്രീ ഡിഫൈൻഡ് ആണ്, ഇവിടെ റേഷ്യോസ് ആർ നോട്ട് പ്രീ ഡിഫൈൻഡ്. അത് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം, അല്ലേ? ഡിസൈൻ ചെയ്യണം. ഡിസൈൻ ദ മിക്സസ്. വി ഹാവ് ടു ഡിസൈൻ ദ മിക്സസ്. അപ്പോൾ അത്തരം മിക്സസിനെയാണെന്ന് വിളിക്കുക ഡിസൈൻ മിക്സസ് എന്ന് വിളിക്കുക. ഇനി ഈ ചോദ്യം വന്നിട്ടുള്ളത് നോമിനൽ മിക്സിൽ നിന്നാണ്. നോമിനൽ മിക്സിലെ നമ്മൾക്ക് അറിയുന്ന ഈ റേഷ്യോയിൽ വരുന്ന മിക്സസ് ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇത് പഠിക്കാൻ വേണ്ടി നമ്മൾ ഓർഡറിൽ പഠിച്ചു വെക്കണം മിക്സസിനെ കുറിച്ച്, മിക്സസിൻ്റെ റേഷ്യോസും. ആദ്യം M20 മുതൽ താഴോട്ടാണ്, M20യും M20യിലെ താഴോട്ടാണ് നമ്മൾ എന്ത് പറയുക? നോമിനൽ മിക്സ്, അതായത് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള റേഷ്യോസ് ഉള്ള മിക്സസ് എന്ന് വിളിക്കുക. അപ്പോൾ M20 എന്ന് എഴുതുക, M15, M10,
7.5. ഇവിടെ ശ്രദ്ധിക്കണം, 10 താഴെ 5 അല്ല, 7.5 M5. ഇനി റേഷ്യോസ് ഇനി നേരെ പഠിച്ചു വെക്കുക. 1:1.5 തുടങ്ങുക, 1.5:3 അല്ലേ? അതേപോലെ ഇനി നെക്സ്റ്റ് M15-ത് 1:2:4. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 1.5ൻ്റെ ഇരട്ടിയാണ് 3 അല്ലേ, 2ൻ്റെ ഇരട്ടിയാണ് 4. അത് അങ്ങനെ തന്നെ വരുള്ളൂ കേട്ടോ. ഇനി M10 ആണെങ്കിൽ 1:3:3യുടെ ഇരട്ടി എന്ന് പറയുന്നത് 6. M7.5 ആണെങ്കിൽ 1:4:8. M5 ആണെങ്കിൽ 1:5:10. ഇതാണ് റേഷ്യോസ് എന്ന് പറയുന്നത്. ഇതേപോലെ നിങ്ങൾ കാണാതെ പഠിക്കുക. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഒരു 7.5 ഇടയ്ക്ക് വരുന്നുണ്ട്, ഈ 5ൻ്റെ മൾട്ടിപ്പിളിൽ 7.5 കയറി വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ റേഷ്യോയിൽ 1.5 M20ക്ക് 1.5 വരുന്നുണ്ട്. ബാക്കിയൊക്കെ 2, 3, 4, 5. ഓക്കെ, 2, 3, 4, 5. ഇനി ഈ 1 എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നത്? 1:5:10 എന്ന് പറഞ്ഞാൽ 1 എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നത്? സിമെൻറ്റിൻ്റെ അളവിനെയാണ് അല്ലേ. സിമെൻറ്റിൻ്റെ റേഷ്യോ ആണ് 1, 5. രണ്ടാമത്തെ റേഷ്യോ എന്ന് പറയുന്നത് ഫൈൻ അഗ്രിഗേറ്റ് ആണ്. മൂന്നാമത്തെന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നത് കോഴ്സ് അഗ്രിഗേറ്റിനെയാണ്. ഇത്രയാണല്ലോ അതിൻ്റെ കാര്യങ്ങളെന്ന് പറയുന്നത്. അതേപോലെ M20 അല്ലേ, M20 എന്ന് പറഞ്ഞാൽ അത് ഇതിന്നൊക്കെ ചോദ്യങ്ങൾ വരാട്ടെ, ഞാൻ ഈ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിനൊക്കെ ചോദ്യങ്ങൾ വരാം. M20 എന്ന് പറയുന്നത്, M എന്ന് പറയുന്നത് മിക്സാണ്. ഏത് മിക്സ് ആണെന്നുള്ളത് നോട്ട് ചെയ്യാണ്. 20 മീൻസ് എന്താണ്? ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത്. 20 എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് അറ്റ് 28 days. 28 ദിവസത്തിൽ നമുക്ക് ഈ മിക്സിൽ, ഇപ്പോൾ M20 എന്ന് പറഞ്ഞ മിക്സാണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ 1 സിമെൻറ്റ് എടുക്കും, 1.5 ഫൈൻ അഗ്രിഗേറ്റ് എടുക്കും, 3 കോഴ്സ് അഗ്രിഗേറ്റ് എടുക്കും. അങ്ങനെ ഒന്ന് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ 28 ദിവസത്തിന് ശേഷം ആ കോൺക്രീറ്റിന് എന്ത് സ്ട്രെങ്ത് കിട്ടണം? 20 Nm² കിട്ടണം. Nm², യൂണിറ്റ് Nm². അപ്പോൾ 20 Nm² കിട്ടണം എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ ചോദ്യം എന്താ? 1:1.5:3 ഏതാ മിക്സാണ് വരിക? 1:1.5:3 ഏതാണ്? M20 അല്ലേ. അപ്പോൾ ഒന്നാമത്തിൻ്റെ ആൻസർ എന്താ വരിക? ആൻസർ 1ൻ്റെ ആൻസർ എന്താ വരിക? 1:3:6. ഏതാണ് മിക്സ് എന്ന് പറയുന്നത്? M10 ആണ്. 1ൻ്റെ ആൻസർ M10. ഇനി രണ്ടാമത്തെ ഏതാ വരിക? 1:1.5:3. അതിന് ആൻസർ എന്താണ്? M20 ആണ്. M20. ഇനി മൂന്നാമത്തിൻ്റെ ആൻസർ എന്താ? 1:2:4. M15. അപ്പോൾ നിങ്ങളിത് ബൈഹാർട്ട് ചെയ്ത് വെക്കണം. ഒരു നാക്കിൽ ബൈഹാർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ശ്രദ്ധിക്കുക, M20 താഴത്തേക്ക് 5ൻ്റെ മൾട്ടിപ്പിൾ ഇങ്ങനെ കുറച്ച് വരിക അല്ലേ. 15, 10, അതിലിടക്ക് 7.5 ഉണ്ട്, M5 ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. അതേപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ M20 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 1:1.5:3 തുടങ്ങുക, പിന്നെ 2, 3, 4, 5 അങ്ങനെ അല്ലേ. അത് ഒരു നാക്കിൽ പഠിച്ച് വെക്കുക. പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അതായത് 3 മാർക്സ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ചിലപ്പോൾ കൊണ്ട് ചോദിക്കാം, ഈ റേഷ്യോസിന് എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നത്? സിമെൻറ്റ്, ഫൈൻ അഗ്രിഗേറ്റ്, കോഴ്സ് അഗ്രിഗേറ്റ്. ഇനി M20-നെ 20 എന്ന് ഡിനോട്ട് ചെയ്യുന്നതെന്ന് ചോദിക്കാം. അപ്പോൾ എന്താണ്? ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് അറ്റ് 28 days. എൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് Nm², അല്ലെങ്കിൽ മെഗാ പാസ്കലിലാണെന്ന് എഴുതി വെക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? സ്ലംബ് ടെസ്റ്റ് ഫോർ വർക്കബിലിറ്റി. എക്സ്പ്ലെയിൻ സ്ലംബ് ടെസ്റ്റ് ഫോർ വർക്കബിലിറ്റി. സ്ലം ടെസ്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്, വർക്കബിലിറ്റി ചെക്ക് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം വർക്കബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഈസിനെസ്. ഇറ്റ് ഈസ് ദ ഈസിനെസ് ടു വർക്ക് വിത്ത് കോൺക്രീറ്റ്. കോൺക്രീറ്റിനായിട്ട് വർക്ക് ചെയ്യാനുള്ള ഈസിനെസ്സിനെയാണ്, എളുപ്പത്തെയാണ് നമ്മൾ വർക്കബിലിറ്റി എന്ന് വിളിക്കുക. കോൺക്രീറ്റ് ലൂസ് ആണെങ്കിൽ വർക്ക് ചെയ്യാൻ എളുപ്പമുണ്ടാവും, അതിനെ വർക്കബിലിറ്റി കൂടിയ കോൺക്രീറ്റ് എന്ന് വിളിക്കും. കോൺക്രീറ്റ് ടൈറ്റ് ആണെങ്കിൽ, വെള്ളം കുറവുള്ള ടൈറ്റ് മിക്സ് ആണെന്നുണ്ടെങ്കിൽ അതുമായിട്ട് വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, അതിനെ വർക്കബിലിറ്റി കുറവ് എന്നാണ് പറയുക, വർക്കബിലിറ്റി ലെസ് എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ വർക്കബിലിറ്റി കണ്ടെത്താൻ വേണ്ടി നമുക്ക് 3 ടെസ്റ്റുകളുണ്ട്. നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് 3 ടെസ്റ്റുകളാണുള്ളത്. അതിൻ്റെയൊക്കെ പ്രൊസീജിയറുകൾ ചോദിക്കാം. ഒന്നാണ് സ്ലംബ് ടെസ്റ്റ്, 2 കോമ്പാക്ഷൻ
ഫാക്ടർ ടെസ്റ്റ്, കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റ്, പിന്നെ ഒന്ന് VB കൺസിസ്റ്റോമീറ്റർ ടെസ്റ്റ്, കൺസിസ്റ്റോമീറ്റർ. ഓക്കെ, VB കൺസിസ്റ്റോമീറ്റർ ടെസ്റ്റ്. അപ്പോൾ ഇതിൽ മൂന്നെണ്ണത്തിൽ ഏത് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ ഇപ്പോൾ ചോദിച്ചിട്ടുള്ള നമ്മളോട് എന്താണ് സ്ലംബ് ടെസ്റ്റ് എങ്ങനെയാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്ലംബ് ടെസ്റ്റ് നമ്മൾ ലാബിൽ ചെയ്തിട്ടുണ്ടാവും. ഇതാണ് സ്ലംബ് കോൺ എന്ന് പറയുന്നത്. ഇതാ ഈ ഒരു കോലത്തിലാണ് സ്ലംബ് കോൺ ഉണ്ടാവുക. അതിൻ്റെ ഫിഗർ ഇനി വരയ്ക്കാനാണെന്നുണ്ടെങ്കിൽ ഇതാ ഒരു കോൺ ഉണ്ടാവും, സ്ലം കോൺ ഉണ്ടാവും. അതിൻ്റെ ബോട്ടം ഡയമീറ്റർ എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്റർ ആയിരിക്കും. ടോപ്പിൽ 20 സെൻറ്റിമീറ്റർ ആയിരിക്കും. ടോപ്പിലെ ഡയമീറ്റർ എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്റർ ആയിരിക്കും. അതാണ് സ്ലം കോൺ. ഹാൻഡിലുണ്ടാവും, ഈ ഫിഗറിൽ കാണിക്കുന്ന പോലെ തന്നെ ഒരു ഹാൻഡിലുണ്ടാവും. ഇനി ഇത് പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക ഒരു ബേസ് പ്ലേറ്റിൻ്റെ മുകളിലാണ്, ഒരു പ്ലേറ്റിൻ്റെ മുകളിലാണ് വെച്ചിട്ടുണ്ടാവുക. അതിനാണ് ബേസ് പ്ലേറ്റ് എന്ന് വിളിക്കുക. പിന്നെന്താ, ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടാമ്പിംഗ് റോഡ് ഉണ്ടാവും. ഒരു ടാമ്പിംഗ് റോഡ്, ഒരു ദണ്ട് ഉണ്ടാവും. ആ ദണ്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 60 സെൻറ്റിമീറ്റർ ആണ്. പിന്നെയോ അതിൻ്റെ ഡയമീറ്റർ അല്ലേ, ആ ദണ്ടിൻ്റെ ഡയമീറ്റർ 60 അല്ലേ, 60 സെൻറ്റിമീറ്റർ ഹൈറ്റും 16 mm ഡയായുമാണ്. 16 mm ഡയായുമുള്ള ടാമ്പിംഗ് റോഡ്, എന്താ പറയുക, ടാമ്പിംഗ് റോഡ്. ഇതെന്താണ്? സ്ലംബ് കോൺ. ഇതെന്താണ്? ബേസ് പ്ലേറ്റ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു സെറ്റപ്പ്. ഓക്കെ, ഇതിലെന്താ കണ്ടുപിടിക്കുന്നത്? വർക്കബിലിറ്റി ഓഫ് കോൺക്രീറ്റ് ആണ്. ഇനി ഈ ഫിഗർ ശ്രദ്ധിക്കുക. നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ സൈറ്റിൽ വർക്ക് നടക്കുമ്പോൾ അല്ലെങ്കിൽ ലാബിൽ ചെയ്യുമ്പോൾ കോൺക്രീറ്റ് മിക്സ് ചെയ്യും. അപ്പോൾ അതിൻ്റെ വർക്കബിലിറ്റിയാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെ ചെയ്യുക? ആദ്യത്തെ സ്റ്റെപ്പാണ് ഈ കാണിക്കുന്നത് പോലെ ആ സ്ലംബ് കോണ് ബേസ് പ്ലേറ്റിൻ്റെ മുകളിൽ വെക്കുക. ഓക്കെ, ബേസ് പ്ലേറ്റ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ഈ ബേസ് പ്ലേറ്റിൻ്റെ മുകളിൽ സ്ലം കോൺ പ്ലേസ് ചെയ്യുക. എന്നിട്ട് ആദ്യം എന്ത് ചെയ്യണം? അതിൻ്റെ 1/3, അതായത് 1/3 ഭാഗം കോൺക്രീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യണം. 1/3 ഭാഗം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30ൻ്റെ 1/3 ഭാഗം എന്ന് പറഞ്ഞാൽ 10 സെൻറ്റിമീറ്റർ അല്ലേ. 10 സെൻറ്റിമീറ്റർ കോൺക്രീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യുക. കോൺക്രീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം എത്ര പ്രാവശ്യം ടാമ്പ് ചെയ്യാനായിട്ടുള്ള ഇങ്ങനെ കോമ്പാക്ട് ചെയ്ത് കൊടുക്കുക, കുത്തി കൊടുക്കുക. എത്ര പ്രാവശ്യം? 25 ടൈംസ് ടാമ്പ് ചെയ്യുക അല്ലേ. ടാമ്പിംഗ് റോഡ് ഉപയോഗിച്ച് ടാമ്പ് ചെയ്യുക. ഓക്കെ, ടാമ്പ് ചെയ്യുക. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? 25 ടൈംസ് ടാമ്പിങ് ചെയ്തു. ഇനി അടുത്തതായിട്ട് പിന്നെ എന്താ ചെയ്യേണ്ടത്? വീണ്ടും അടുത്തൊരു ലെയർ നിറക്കുക, രണ്ടാമത്തെ ലെയർ. വീണ്ടും ഒരു 10 സെൻറ്റിമീറ്റർ അല്ലേ. ഇവിടെ ഒരു 10 സെൻറ്റിമീറ്റർ ആദ്യം നിറച്ചു ടാമ്പ് ചെയ്തു. വീണ്ടും എന്ത് ചെയ്യുക? രണ്ടാമത്തെ 10 സെൻറ്റിമീറ്റർ നിറക്കുക. സെയിം പ്രൊസീജിയർ 25 ടൈംസ് ടാമ്പ് ചെയ്യുക. ഇനി മൂന്നാമത് എന്താ ചെയ്യേണ്ടത്? മൂന്നാമത്തെ ലെയറും ഫില്ല് ചെയ്യുക. അതെന്ത് ചെയ്യുക? 25 ടൈംസ് ടാമ്പ് ചെയ്യുക. എന്നിട്ട് സർഫസ് ഫിനിഷ് ചെയ്ത് കൊടുക്കുക. അതാണ് നാലാമത്തെ പിക്ചറിൽ കാണുന്നത്. സർഫസ് എന്ത് ചെയ്യുക? ഫിനിഷ് ചെയ്ത് കൊടുക്കുക. സർഫസ് ടാമ്പിംഗ് റോഡ് ഉപയോഗിച്ചിട്ട് തന്നെ അല്ലെങ്കിൽ നിങ്ങൾ ട്രവൽ ഉപയോഗിച്ചിട്ടോ ഫിനിഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 4 സ്റ്റെപ്പുകൾ കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നിങ്ങൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ലംബ് കോണിൻ്റെ ഹാൻഡിലുകൾ ഉപയോഗിച്ച് ഇതിനെന്ത് ചെയ്യണം? കോണ് റിമൂവ് ചെയ്യുക. ഓക്കെ, ഈ കോണിനെ ഊരിയെടുക്കുക. ഈ കോണിനെ ഊരിയെടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? സ്ലംബ് ഇങ്ങനെ താഴേക്ക് കിഴിയും, താഴേക്ക് എന്ത് ചെയ്യും? ഇരിക്കും അല്ലേ. സ്ലംബ് ഇങ്ങനെ താഴേക്ക് ഇരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അപ്പോൾ സ്ലംബ് താഴേക്ക് ഇരിക്കും. അപ്പോൾ ഈ താഴേക്ക് ഇരിക്കുന്നത് എത്രത്തോളം ഇരുന്നു അല്ലേ, എത്രത്തോളം താഴേക്ക് ഇത് ഇരുന്നു അല്ലെങ്കിൽ ലൂസായി താഴേക്ക് ഇറങ്ങി, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സ്ലംബിനെ കണക്കാക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? സ്ലംബ് കോൺ ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട് എൻ്റെ ടാമ്പിംഗ് റോഡ് ഇങ്ങനെ വെച്ചിട്ട് അളക്കും. എത്ര താഴേക്ക് വന്നു സ്ലംബ് കോണ് അല്ലെങ്കിൽ കോൺക്രീറ്റ് എത്രത്തോളം താഴേക്ക് വന്നു, ആ വാല്യൂവിനെയാണ് സ്ലംബ് എന്ന് വിളിക്കുക. ഓക്കെ, ആ വാല്യൂവിനാണ് സ്ലംബ് വാല്യൂ എന്ന് വിളിക്കുക. എത്രത്തോളം സിമെൻറ്റ് കോൺക്രീറ്റ് താഴേക്ക് ഇരുന്നു അല്ലെങ്കിൽ താഴേക്ക് ഒഴുകി എന്നുള്ളത് ആണ് നമ്മളെന്ത് വിളിക്കുക? സ്ലംബ് വാല്യൂ എന്ന് വിളിക്കുക. നമ്മളെപ്പോഴും എങ്ങനെ മെഷർ ചെയ്യുക? MM-ലാണ് മെഷർ ചെയ്യുക. ഇപ്പോൾ ഇത് വിചാരിച്ചോ, ഈ താഴേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 100 mm ആണ് വിചാരിച്ചു. 100 mm. അപ്പോൾ ഇതിൻ്റെ വാല്യൂ, സ്ലം വാല്യൂ എന്ന് പറയുന്നത് എത്രയാണെന്ന് പറയാം? സ്ലം വാല്യൂ 100 ആണെന്നാണ് പറയുക. അതിൻ്റെ കൂടെ എന്ന് പറയില്ല, സ്ലം വാല്യൂ 100 ആണെന്ന് പറയും. അതിനർത്ഥം എന്താണ്? സ്ലംബ് അല്ലെങ്കിൽ കോൺക്രീറ്റിൻ്റെ സ്ലം കോൺ ഊരിയപ്പോൾ അതിലുള്ള കോൺക്രീറ്റ് എത്രത്തോളം താഴേക്ക് ഒഴുകി, അതിൻ്റെ ഇനീഷ്യൽ ഹൈറ്റിനെ അപേക്ഷിച്ച് 100 mm താഴേക്ക് ഇറങ്ങി, അതായത് 10 സെൻറ്റിമീറ്റർ താഴേക്ക് ഇറങ്ങി. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സ്ലം വാല്യൂ എത്രയാണ്? 100 ആണ് എന്ന് പറയും. ഓക്കെ, ജസ്റ്റ് ഒന്ന് തിയറി നോക്കാം. പ്ലേസ് ദ സ്ലം കോൺ. അതിൻ്റെ പ്രൊസീജിയർ എന്താണ്? പ്ലേസ് ദ സ്ലം കോൺ. സ്ലം കോൺ എന്ത് ചെയ്യുക? പ്ലേസ് ചെയ്യുക. എന്തിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്യേണ്ടത്? ആ ബേസ് പ്ലേറ്റിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്യുക. ഓൺ എ ഫ്ലാറ്റ് മോയിസ്റ്റ് ആൻഡ് നോൺ അബ്സോർബൻറ്റ് സർഫസ്. അതായത് ബേസ് പ്ലേറ്റ്
കോൺക്രീറ്റ് വെള്ളം വലിച്ചെടുക്കാത്ത മോയിസ്റ്റ് ആയിട്ടുള്ള ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസിൻ്റെ മുകളിൽ ആരെ പ്ലേസ് ചെയ്യണം? സ്ലംബ് കോണിനെ പ്ലേസ് ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണം? ആ സ്ലംബ് കോണിലേക്ക് ആരിടണം? കോൺക്രീറ്റ് ഇടണം. 3 ലെയറുകളായിട്ട് ഇടണം. ആദ്യത്തെ ലെയർ, ഫസ്റ്റ് ലെയർ, സെക്കൻഡ് ലെയർ ആൻഡ് തേർഡ് ലെയർ. ഓരോ ലെയറിലും 10 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഇടും. എന്നിട്ട് അതിനെ എത്ര പ്രാവശ്യം ടാമ്പ് ചെയ്യും? ടാമ്പ് 25 ടൈംസ്. രണ്ടാമത്തെ ലെയർ നിറക്കും, 20 സെൻറ്റിമീറ്റർ ആവും. എത്ര ടാമ്പ് ചെയ്യും? 25 ടൈംസ് ടാമ്പ് ചെയ്യും. പിന്നെ ലാസ്റ്റ് 10 സെൻറ്റിമീറ്റർ നിറക്കും. മൂന്നാമത്തെ ലെയർ നിറക്കും, ടോട്ടൽ 30 സെൻറ്റിമീറ്റർ ഹൈറ്റിലാവും. പിന്നെ ടാമ്പിങ് എന്ന് പറയുന്നത് ഓരോ ലെയറിലും 25 പ്രാവശ്യം നമ്മൾ ടാമ്പ് ചെയ്യുന്നു. ഇതെന്ത് ചെയ്യണം? ലെവൽ ദ ടോപ്പ് സർഫസ് എന്ത് ചെയ്യണം? സ്ട്രൈറ്റ് എഡ്ജ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ടാമ്പിങ് റോഡ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം? ഫിനിഷ് ചെയ്ത് കൊടുക്കണം, അല്ലേ? ലെവൽ ചെയ്ത് കൊടുക്കണം. പിന്നെന്താ ചെയ്യേണ്ടത്? ലിഫ്റ്റ് ദ സ്ലംബ് കോൺ പൊക്കണം. ഹാൻഡിൽസ് ഉപയോഗിച്ച് സ്ലംബ് കോൺ പൊക്കണം. വെർട്ടിക്കലി അപ്വേർഡ്സ് വിത്തൗട്ട് ട്വിസ്റ്റിംഗ് ഓർ ടിൽറ്റിംഗ്. ഇളക്കാതെ തിരിക്കാതൊക്കെ എന്ത് ചെയ്യണം? സ്ലംബ് കോൺ മുകളിലേക്ക് പൊക്കുക. എന്നിട്ട് എന്ത് ചെയ്യേണ്ടത്? ലാസ്റ്റ് പ്രൊസീജിയർ എന്താ? സ്റ്റെപ്പ് എന്താ? മെഷർ ദ സ്ലംബ് മെഷർ ചെയ്യണം. ഇനി സ്ലംബ് എങ്ങനെയാണ് മെഷർ ചെയ്യേണ്ടത്? പ്ലേസ് ദ എംപ്റ്റി കോൺ നെക്സ്റ്റ് ടു ദ സ്ലംബ് കോൺക്രീറ്റ് ആൻഡ് മെഷർ ദ ഡിഫറൻസ് ഇൻ ഹൈറ്റ് ബിറ്റ്വീൻ ദ ടോപ്പ് ഓഫ് ദ സ്ലംബ്ഡ് കോൺക്രീറ്റ് ആൻഡ് കോൺ. അതായത് കോൺ എന്ത് ചെയ്യണം? ഊരിയതിന് ശേഷം ഇതേപോലെ കോൺ തിരിച്ചു വെക്കുക, അല്ലേ? കോൺ തിരിച്ചു വെക്കുമ്പോൾ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 30 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ കോൺക്രീറ്റ് ഉണ്ടാവും ഇതിൽ. അപ്പോൾ കോൺക്രീറ്റ് ഇങ്ങനെ കുറച്ച് താഴേക്ക് ഇരുന്നിട്ടുണ്ടാവും. എന്നിട്ട് എന്താണ് മെഷർ ചെയ്യേണ്ടത്? ഇവിടെ ഒരു നമ്മൾ എന്ത് ചെയ്യണം? ടാമ്പിങ് റോഡ് ഇങ്ങനെ തിരിച്ചു വെക്കും. അപ്പോൾ ഇതിൻ്റെ ഇനീഷ്യൽ ഹൈറ്റ് എന്ന് പറയുന്നത് 30 കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യണം? സ്കെയിൽ ഉപയോഗിച്ച് എത്രത്തോളം താഴേക്ക് ഇറങ്ങി, എത്രത്തോളം ഈ സാധനം ഡിഫറൻസ് വന്നു, സ്ലംബ് കോണിൽ നിന്ന് കോൺക്രീറ്റിലേക്ക് എത്ര ഡിഫറൻസ് വന്നു എന്നുള്ളത് mm അളക്കണം. ഓക്കെ, mm മെഷർ ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുകയാണ് ഇപ്പോൾ 100 mm ആണ്, അല്ലെങ്കിൽ 100 mm ആണ്, അല്ലെങ്കിൽ 50 mm ആണ് എനിക്ക് കിട്ടിയ വാല്യൂ എന്നുണ്ടെങ്കിൽ സ്ലംബ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? സ്ലംബ് വാല്യൂ എന്ന് പറയുന്നത് 50 ആണ്. ഓക്കെ, സ്ലംബ് വാല്യൂ 50. അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്രൊസീജിയർ. പ്ലേസ് ദ സ്ലംബ് കോൺ പ്ലേസ് ചെയ്യുക. ഫിൽ ദ കോൺക്രീറ്റ് ഇൻ 3 ലെയേഴ്സ്. കോൺക്രീറ്റ് എന്ത് ചെയ്യുക? കോണിലേക്ക് 3 ലെയേഴ്സ് ആയിട്ട് ഇറക്കുക. ഓരോ ലെയറിലും 25 ടൈംസ് ടാമ്പ് ചെയ്യുക. ടോപ്പ് സർഫസ് ലെവൽ ചെയ്യുക. സ്ലംബ് കോണ് ലിഫ്റ്റ് ചെയ്യുക, അല്ലേ? വിത്തൗട്ട് ട്വിസ്റ്റിംഗ് ഓർ ടിൽറ്റിംഗ്. ഏറ്റവും ലാസ്റ്റ് എന്ത് ചെയ്യുക? സ്ലംബ് മെഷർ ചെയ്യുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ സ്ലംബ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്തോ? ഈ ഒരു കാര്യം, അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് വിത്ത് ഫിഗർ വരച്ച് വെച്ചാൽ, ഏത് ഫിഗർ? ഞാനീ കൊടുത്തിട്ടുള്ള ഈ സ്ലംബ് കോണ്, ടാമ്പിംഗ് റോഡിൻ്റെ സൈസും കാര്യങ്ങളും, ബേസ് പ്ലേറ്റിൻ്റെ ഒക്കെ ഫിഗർ വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി അഡ്വാൻറ്റേജ് കിട്ടും. സോ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് ഈ മൊഡ്യൂളിൽ നിന്ന് വന്നിട്ടുള്ളതെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ, വി ബി ഡിഗ്രി ഇസ് മെഷേർഡ് ഇൻ. വി ബി കൺസിസ്റ്റോമീറ്റർ, ഞാൻ പറഞ്ഞു വർക്കബിലിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വി ബി കൺസിസ്റ്റോമീറ്ററിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ചോദ്യമാണത്. അത് എന്തിലാണ് മെഷർ ചെയ്യുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്ത് യൂണിറ്റിലാണ് അത് മെഷർ ചെയ്യുക എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ചോദ്യം, എബിലിറ്റി ടു വിത്ത്സ്റ്റാൻഡ് ഡാമേജിങ് എഫക്ട്സ് ഓവർ എ ലോങ് ടൈം ഈസ് കാൾഡ്. കോൺക്രീറ്റ് കുറേ കാലം, ഒരുപാട് ഏജ് അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നിലനിൽക്കാൻ പറ്റുന്ന പ്രോപ്പർട്ടിനെ എന്താണ് പറയുക എന്നുള്ളതാണ്. പ്രോപ്പർട്ടീസ് ഓഫ് കോൺക്രീറ്റിൽ നിന്ന് ചോദിച്ചതാണ് ആ ചോദ്യം. കോൺക്രീറ്റ്. ആദ്യത്തെ ചോദ്യം എവിടെ നിന്നായിരുന്നു? വർക്കബിലിറ്റി ടെസ്റ്റിൽ നിന്നുമാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം പ്രോപ്പർട്ടീസ്. ഓക്കെ, സ്ലംബ് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ചെക്ക് ഡാഷ് ഓഫ് ഫ്രഷ് കോൺക്രീറ്റ്. സ്ലംബ് ടെസ്റ്റ് എന്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ഈ ക്വസ്റ്റ്യൻ നമുക്ക് അറ്റൻഡ് ചെയ്യാം. കാരണം എന്താ? വർക്കബിലിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ലംബ് ടെസ്റ്റ് ഉള്ളത്. അപ്പോൾ സ്ലംബ് ടെസ്റ്റ് വർക്കബിലിറ്റി ടെസ്റ്റുകളിൽ നിന്ന് 2 ചോദ്യമായി. ഓക്കെ, പിന്നെ എന്താ? മെഷർമെൻറ്റ് ഓഫ് മെറ്റീരിയൽ ഫോർ മേക്കിംഗ് കോൺക്രീറ്റ് ഈസ് കോൾഡ്. ഇത് സ്റ്റെപ്സ് ഓഫ് കോൺക്രീറ്റിങ്ങിൻ്റെ സ്റ്റെപ്പുകളുണ്ട്. അതായത് ബാച്ചിങ്, മിക്സിങ്, ട്രാൻസ്പോർട്ടിങ്, പ്ലേസിങ്, ക്യൂറിങ്, ഫിനിഷിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റെപ്സ് ഓഫ് കോൺക്രീറ്റിംഗ് എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. അഞ്ചാമത്തെ ചോദ്യം എന്താണ്? മാക്സിമം വാട്ടർ സിമെൻറ്റ് റേഷ്യോ ഓഫ് ഡിഫറെൻറ്റ് ഗ്രേഡ്സ് ഓഫ് കോൺക്രീറ്റ് ഫോർ ഡിഫറെൻറ്റ് എക്സ്പോഷർ കണ്ടീഷൻസ് സ്പെസിഫൈഡ് ഇൻ ഡാഷ് IS. ഈ ഓരോ കോൺക്രീറ്റുകൾക്കും ആവശ്യമായ വാട്ടർ സിമെൻറ്റ് റേഷ്യോകളുടെ ഒക്കെ ഒരു പട്ടികയുണ്ട്. എത്ര കൊടുക്കാൻ പറ്റും, മാക്സിമം എത്ര കൊടുക്കാൻ പറ്റുക എന്നുള്ള. അത് എവിടെയാണ്, ഏത് IS കോഡിലാണ് കൊടുത്തിട്ടുള്ളതെന്നാണ്. ഇത് നമുക്ക് പഠിക്കാനുള്ളത് IS 456/2000 ഈ കാര്യം ഉള്ളതെന്നാണ്.
പിന്നെ ആറാമത്തെ ചോദ്യം എന്താണ്? ഡാഷ് പ്രോസസ്സസ് അഡോപ്റ്റഡ് ടു എലിമിനേറ്റ് എയർ ബബിൾസ് ആൻഡ് ഗീവ് മാക്സിമം ഡ്രൈ ഡെൻസിറ്റി. വീണ്ടും സ്റ്റെപ്സ് ഓഫ് കോൺക്രീറ്റിങ്ങിൻ്റെ ഈ സിലബസിൽ പറഞ്ഞിട്ടുള്ള കോൺക്രീറ്റിംഗ് ഓപ്പറേഷൻസ്, ഓക്കെ, സ്റ്റെപ്സ് അല്ലെങ്കിൽ കോൺക്രീറ്റിംഗ് ഓപ്പറേഷൻസ് എന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, അല്ലെങ്കിൽ കോൺക്രീറ്റിംഗ് ഓപ്പറേഷൻസ്, സ്റ്റെപ്സ് അല്ലെങ്കിൽ ഓപ്പറേഷൻ, അതിനുള്ള രണ്ടാമത്തെ ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി നോക്കൂ, അടുത്ത 3 മാർക്കിൻ്റെ ചോദ്യം. ആദ്യത്തെ ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. രണ്ടാമത്തെ ചോദ്യം, ലിസ്റ്റ് 3 ടെസ്റ്റ് ടു ഡിറ്റർമൈൻ വർക്കബിലിറ്റി. വീണ്ടും വർക്കബിലിറ്റി ടെസ്റ്റിൽ നിന്ന് വർക്കബിലിറ്റി ടെസ്റ്റുകൾ ഏതൊക്കെയാണ്? 3 ടെസ്റ്റുകൾ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ്? സ്ലംബ് ടെസ്റ്റ്, കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റ്, VB കൺസിസ്റ്റൻസി ടെസ്റ്റ്. ഇന്ന് അറ്റൻഡ് ചെയ്ത ക്വസ്റ്റ്യൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഐഡൻറ്റിഫൈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോയിൻറ്റ്സ് പ്രൊവൈഡ് ഇൻ കോൺക്രീറ്റ് കൺസ്ട്രക്ഷൻ. ജോയിൻറ്റ്സ് ഓഫ് കോൺക്രീറ്റ് എന്നുള്ള പാർട്ടിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ചോദ്യം. ഇനി എക്സ്പ്ലെയിൻ ഡഫ്-ബ്രൗൺസ് വാട്ടർ സിമെൻറ്റ് റേഷ്യോ. ഡഫ്-ബ്രൗണിൻ്റെ വാട്ടർ സിമെൻറ്റ് റേഷ്യോ ലോ എന്താണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് വാട്ടർ സിമെൻറ്റ് റേഷ്യോനെ കുറിച്ച് പഠിക്കുന്ന ഭാഗത്ത് നമ്മൾ പഠിക്കുന്നതാണ്. ലിസ്റ്റ് ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് വർക്കബിലിറ്റി. വീണ്ടും വർക്കബിലിറ്റി എന്നുള്ള ചോദ്യം. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് വർക്കബിലിറ്റി. അപ്പോൾ വർക്കബിലിറ്റീനെ കുറിച്ച് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഏതൊക്കെ വർക്കബിലിറ്റി ടെസ്റ്റുകളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് വെച്ചിട്ടുണ്ട്, ജോയിൻസ് ഓഫ് കോൺക്രീറ്റ്, പിന്നെ നമ്മൾ പഠിച്ചത് വാട്ടർ സിമെൻറ്റ് റേഷ്യോ എന്നുള്ള ചോദ്യമാണ് ഡഫ്-ബ്രൗണിൻ്റെ ലോ. ഇനി 7 മാർക്സിൻ്റെ ക്വസ്റ്റ്യനിലോട്ട് പോയാൽ എക്സ്പ്ലെയിൻ ദ പ്രൊസീജിയർ ടു ഡിറ്റർമൈൻ കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റ്. നേരത്തെ പറഞ്ഞത് നമ്മൾ സ്ലംബ് ടെസ്റ്റ് അല്ലേ. അപ്പോൾ വീണ്ടും ചോദ്യം വർക്കബിലിറ്റി ടെസ്റ്റിൽ നിന്നാണ്. കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ പ്രൊസീജിയർ എന്താണെന്നുള്ളത് ചോദിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് സ്ലംബ് ടെസ്റ്റ് ആയിരുന്നു. ഡിഫൈൻ വർക്കബിലിറ്റി ഓഫ് കോൺക്രീറ്റ്. അഗെയിൻ വർക്കബിലിറ്റി എന്നുള്ള ചോദ്യം. എന്താണ് വർക്കബിലിറ്റി? ഇറ്റ് ഈസ് ദ ഈസിനെസ് ടു വർക്ക് വിത്ത് കോൺക്രീറ്റ് ആൻഡ് അഗെയിൻ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് വർക്കബിലിറ്റി എന്ന് വീണ്ടും ചോദിച്ചിട്ടുണ്ട്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് വർക്കബിലിറ്റി. ഡിഫൈൻ ക്യൂറിംഗ്. ലിസ്റ്റ് ഡിഫറെൻറ്റ് മെത്തഡ്സ് ഓഫ് ക്യൂറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോൺക്രീറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം നനച്ച് കൊടുക്കുമല്ലോ, അല്ലെങ്കിൽ നമ്മൾ നനച്ച ചാക്കിട്ട് കൊടുക്കും. ആ പ്രോസസ്സിനാണ് ക്യൂറിംഗ് എന്ന് പറയുക. ഏതൊക്കെ മെത്തഡ്സാണ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. എന്താണ് സെഗ്രിഗേഷൻ? എക്സ്പ്ലെയിൻ സെഗ്രിഗേഷൻ. വാട്ട് ആർ ദ പ്രിവെൻറ്റീവ് മെഷേഴ്സ് ടു കൺട്രോൾ സെഗ്രിഗേഷൻ. ഫ്രഷ് കോൺക്രീറ്റിലുണ്ടാവുന്ന ചില ഡിഫക്ട്സ് ആണ് സെഗ്രിഗേഷൻ എന്ന് പറയുന്നത്. അതെന്താണ്? ആ സെഗ്രിഗേഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് അഗെയിൻ സ്ലം ടെസ്റ്റ് എന്ന് ഡിസ്കസ് ചെയ്ത ചോദ്യം. എക്സ്പ്ലെയിൻ സ്ലം ടെസ്റ്റ് ഫോർ വർക്കബിലിറ്റി. പിന്നെ എക്സ്പ്ലെയിൻ ബ്ലീഡിങ്. സെഗ്രിഗേഷൻ പോലെ തന്നെ ഒരു ഡിഫക്റ്റാണ് ബ്ലീഡിങ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ബ്ലീഡിങ് എന്താണ്, ബ്ലീഡിങ്ങിനെ എങ്ങനെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാം, എങ്ങനെ തടയാം എന്നുള്ളതാണ് ചോദ്യം. ഒരു ഡിഫക്റ്റാണത് കോൺക്രീറ്റ് വരുന്നത്. ഡിസ്ക്രൈബ് ഡ്യൂറബിലിറ്റി ഓഫ് കോൺക്രീറ്റ്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡ്യൂറബിലിറ്റി. അഗെയിൻ ദ ഡ്യൂറബിലിറ്റി എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റിൻ്റെ ഒരു ഹാർഡൻഡ് കോൺക്രീറ്റിൻ്റെ പ്രോപ്പർട്ടിയാണ് അല്ലേ. കുറേ കാലം ഈട് നിൽക്കുക എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടിരുന്നില്ലേ? ദാറ്റ്സ് ദ എബിലിറ്റി ടു വിത്ത്സ്റ്റാൻഡ് ഡാമേജിങ് എഫക്ട്സ് ലോങ് ടൈം. കുറേ കാലം ഈട് നിൽക്കാനുള്ള കോൺക്രീറ്റിൻ്റെ കഴിവിനെ നമ്മളെന്താ വിളിച്ചത്? അതാണ് ഈ ഡ്യൂറബിലിറ്റി എന്ന് പറയുന്നത്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡ്യൂറബിലിറ്റി. എന്തൊക്കെ കാര്യങ്ങളാണ് ഡ്യൂറബിലിറ്റിയെ ബാധിക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി ചോദ്യം ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് കോമ്പാക്ഷൻ ഓഫ് കോൺക്രീറ്റ്. കോമ്പാക്ഷൻ എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് നമ്മളിങ്ങനെ ഇട്ടതിന് ശേഷം നമ്മൾ കുത്തി ഇറക്കൂലേ, കോൺക്രീറ്റ് വൈബ്രേറ്റ് ഒക്കെ ചെയ്യിപ്പിച്ച് കോൺക്രീറ്റിനെ നല്ല സെറ്റാക്കൂലേ. അപ്പോൾ അതിനെയാണ് എന്ത് വിളിക്കുക? ഫിറ്റാക്കി വെക്കൂലേ, അതിനാണ് നമ്മൾ വിളിക്കുക കോമ്പാക്ഷൻ വിളിക്കുക. അപ്പോൾ കോമ്പാക്ഷനെ പിന്നെ എന്താണ് കോമ്പാക്ഷൻ്റെ മെത്തേഡ്സ് എന്തൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുക? നമുക്ക് നീഡിൽ വൈബ്രേറ്റർ ഉപയോഗിക്കുക, സ്ക്രീഡ് വൈബ്രേറ്റർ ഉപയോഗിക്കുക, അല്ലെങ്കിൽ സർഫസ് വൈബ്രേറ്ററുകൾ ഉപയോഗിക്കുക, ടേബിൾ വൈബ്രേറ്റർ ഉപയോഗിക്കുക, അല്ലെങ്കിൽ സ്പിന്നിങ് വൈബ്രേറ്ററുകൾ ഉപയോഗിക്കുക. അങ്ങനെ കുറേ വൈബ്രേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സീറ്റിൽ നിന്ന് 7 മാർക്സിനും കൂടി ചോദിച്ചിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ഡിസ്കഷൻസ് നമ്മുടെ MRHൻ്റെ CBR കോച്ചിങ് ബേസ്ഡ് റിവിഷനിൽ അവൈലബിൾ ആണ്. താല്പര്യമുള്ളത് ചെക്കൗട്ട് ചെയ്യുക. ഓക്കെ.